SB കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ നമുക്കൊന്നും കറിക്ക് ഉണ്ടാക്കാൻ നല്ല മടിയുള്ള ദിവസങ്ങളിൽ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന അത് ഉണ്ടാക്കി വരുമ്പോൾ ഒരു സൂപ്പർ ഫുഡാവും. അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. നമ്മൾ സാധാരണ വീട്ടമ്മമാർക്ക് അറിയാം പല ഉടായ്പ പരിപാടികളും ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ഉടായ്പ പരിപാടി നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ പിള്ളേർക്കൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും ഇത് പറ്റും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണമെങ്കിൽ പേര് പറയുകയാണെങ്കിൽ മുട്ടപ്പപ്പടച്ചോറ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ പ്രിപ്പറേഷൻ കാണാം കേട്ടോ. അതിൽ നമുക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള രീതിയിൽ അത് ചെയ്യുന്നു. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ ആഡ് ചെയ്യാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം, ബട്ടർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതുപോലെ എരിവ്, പിന്നെ ഇൻഗ്രീഡിയൻസ് കൂടുതൽ കുറവ്, ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അല്ലാണ്ട് ഇത്ര അളവെന്നൊന്നും ഇല്ല. അത് വേണമെങ്കിൽ കൂടുതലാണെങ്കിൽ കൂടുതലിടാം, കുറവാണെങ്കിൽ കുറവ്. അത്ര ഉള്ളൂ, നമ്മുടെ കയ്യിലാണ് ഇതൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്ന് തന്നെ എന്തായാലും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചോറാണ് വേണ്ടത്. അപ്പോൾ ചോറ് നമ്മൾ പ്രിപ്പയർ ചെയ്തത് ഫ്രിഡ്ജിലിരിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ചോറ് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഇപ്പോൾ ഒരു 3-4 കപ്പ് ഉണ്ട് കേട്ടോ ചോറ്. പിന്നെ നമുക്ക് കുറച്ച് പപ്പടം വേണം, 4-5 പപ്പടം നമുക്ക് എടുക്കാം. സോൾട്ട് വേണം, കുറച്ച് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, കടുക്, ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ എഗ്ഗ് എടുക്കണം. എഗ്ഗ് നമുക്ക് ഞാൻ ഇവിടെ ഒരു 5 എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വേറെ കറിയൊന്നും ഇല്ലാത്തത് കൊണ്ട് 5 എഗ്ഗ് എടുക്കാം നമുക്ക്. അല്ലെങ്കിൽ കുറവുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും കൊടുക്കാം. സവാള ഒരെണ്ണരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു പച്ചമുളക്, 3 വറ്റൽമുളക്, 3 കൊണ്ടാട്ടമുളക് മസ്റ്റ് ഒന്നല്ല കേട്ടോ. അത് ഞാൻ ഇടയ്ക്ക് കയ്യിലുള്ളപ്പോൾ ഇടാറുള്ളതാണ്. ഒരു 2 ചെറിയ ടൊമാറ്റോ. വെളിച്ചെണ്ണയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഈ കൊണ്ടാട്ടമുളക് ഒന്ന് ഇതിലിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വറ്റൽമുളക് പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില, സവാള അരിഞ്ഞത് ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്, അതുകൂടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി ഒന്ന് ട്രാൻസ്പാരന്റ് ആവണ വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് ഇത്രയും മതിയിട്ടാണ്. ഞാനൊരു 1 മിനിറ്റ് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. ടൊമാറ്റോ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിക്കാം കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് ഉടഞ്ഞ് വേവണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. തുറന്ന് നോക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് ഞാൻ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇടയിൽ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, ഇത് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി കുറവ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. നമ്മൾ എഗ്ഗ് എടുത്ത് വെച്ചത് ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചിടാം. എഗ്ഗിലേക്ക് ആവശ്യമുള്ള സോൾട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ നമുക്ക്. ഇനി ഇതൊന്ന് നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചോറിൽ
അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണിന് താഴെ സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടാട്ടമുളകും പപ്പടമൊക്കെ ആഡ് ചെയ്യുന്ന കാരണം കൂടുതൽ സോൾട്ട് ആഡ് ചെയ്യണ്ട കേട്ടോ. അതിൻ്റെ ഉപ്പ് ഇതിൽ കയറി വരും. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണിന് താഴെ മാത്രം സോൾട്ട് ആഡ് ചെയ്യുന്നു. അപ്പം ചോറ് നന്നായിട്ട് ചൂടാവണ വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഇതിലൊക്കെ ആഡ് ചെയ്യാൻ വേണമെങ്കിൽ. അപ്പം ഞാനിവിടെ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ പപ്പടം എടുക്കാം. പപ്പടം നമുക്ക് ഇഷ്ടമുള്ള പപ്പടം എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 4 എണ്ണം വേറെ വറുത്ത് വെച്ചിട്ടുണ്ട്. കൂടെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാൻ വേണ്ടി അങ്ങനെയും ചെയ്യാം. ഈ പപ്പടം ഒന്ന് നമ്മൾ പൊട്ടിച്ചിടാൻ പോവാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 2 കൊണ്ടാട്ടമുളകുണ്ട്. അതും ഞാനൊന്ന് പൊട്ടിച്ചിടുന്നുണ്ട്. അത് പൊടിച്ചിടുന്നില്ല, പൊട്ടിച്ചിടുക. ഒരു കൊണ്ടാട്ടമുളക് ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെച്ചതാ കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രിപ്പറേഷൻ. നല്ല മടിയത്തികൾക്കും ബാച്ചിലേഴ്സിനും ഒക്കെ എടിപിടിന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പറായിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മുട്ട പപ്പടച്ചോറ് എന്ന് വേണമെങ്കിൽ പേരിടാം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും പേരിടാം. വെജിറ്റബിൾസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നെയ്യൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ അത് ഇഷ്ടമാവും ചെയ്യും. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ. ആശ്വാസമായി. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് കഴിഞ്ഞു പോയി അറിഞ്ഞില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.